KPCC അധ്യക്ഷ സ്ഥാനത്തു നിന്നുള്ള VM സുധീറിന്റെ രാജി അപ്രതീക്ഷിതമെന്നാണ് AICC വിശേഷിപ്പിച്ചത്. രാഹുൽ ഗാന്ധിയുമായി മികച്ച ബന്ധം പുലർത്തുന്ന സുധീരൻ രാജിക്കാര്യം ഇന്ന് രാവിലെ മാത്രമാണ് ഹൈക്കമാൻഡ് വൃത്തങ്ങളെ അറിയിച്ചത്. എന്നാൽ രാഹുൽ ഗാന്ധിയുമായി ആശയവിനിമയം നടത്തിയില്ല. സുധീറിന്റെ രാജി തികച്ചും നിർഭാഗ്യകരമായി പോയി. കേരളത്തിലെ കോൺഗ്രസിന് ഇത് ഒരു വലിയ നഷ്ടമാണ്. രാജി പിൻവലിക്കാൻ സുധീറിനോട് ഹൈക്കമാൻഡ് ആവശ്യപ്പെടില്ല. പുതിയ അധ്യക്ഷനെ നിയമിക്കുന്നതിൽ തീരുമാനം നീളും. നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്ന ഉത്തർപ്രദേശ് ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിലെ രാഷ്ട്രീയ സാഹചര്യം ഇക്കാര്യത്തിൽ നിർണായകമാകും. വിദേശ ചികിത്സയിലുള്ള സോണിയാഗാന്ധി മടങ്ങിയെത്തിയ ശേഷം നേതാക്കളെ ഡൽഹിക്ക് വിളിപ്പിക്കും. മുകുൾ വാസനിക്കാണ് കേരളത്തിൻ്റെ ചുമതലയുള്ള സെക്രട്ടറി. അദ്ദേഹത്തിൻ്റെ അഭിപ്രായം സുധീരൻ്റെ രാജിയുടെ പശ്ചാത്തലത്തിൽ അദ്ദേഹത്തിൻ്റെ അഭിപ്രായം ഒരു നോട്ടായി കോൺഗ്രസ് പ്രസിഡന്റിൻ്റെ അടുത്തേക്ക് പോകണം. അതിൻ്റെ മേലാണ് കോൺഗ്രസ് പ്രസിഡന്റ് ഒരു തീരുമാനം എടുക്കുന്നത്. കേരളത്തിലെ പാർട്ടിയിൽ പുനഃസംഘടനാ പ്രക്രിയ തുടങ്ങിയതിനാൽ താൽക്കാലിക അധ്യക്ഷനെയായിരിക്കും നിയമിക്കുക. രാജിവാർത്ത പുറത്തു വന്നതിന് പിന്നാലെ ഡൽഹിയിലുള്ള കേരള MPമാർ AK ആന്റണിയുമായി അനൗപചാരിക ചർച്ച നടത്തി. സുധീറിന്റെ പിൻഗാമി ആരായിരിക്കുമെന്നതിൽ ഹൈക്കമാൻഡ് തീരുമാനം നീളും. ഇക്കാര്യത്തിൽ സംസ്ഥാന നേതാക്കളുടെ മനസ്സറിഞ്ഞ ശേഷം മാത്രമായിരിക്കും ഹൈക്കമാൻഡ് തീരുമാനമെടുക്കുക. രാജേഷ് കോയിക്കൽ, മാതൃഭൂമി ന്യൂസ്, ഡൽഹി.